ഹായ്, ദിസ് ഈസ് നവീൻ കുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കഥയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ പരിധി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കേട്ട ഒരു കഥയാണ്. പക്ഷെ വളരെ മൈൻഡ് ടച്ചിങ് ആയി തോന്നിയ ഒരു കഥയാണ്. കൂടാതെ ഈ കാലഘട്ടത്തിന് വളരെ റെലവൻ്റ് ആയ ഒരു കഥയാണ്. നിങ്ങളെ ഏറെ ചിന്തിപ്പിക്കും ഈ കഥ എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഈ വീഡിയോ കണ്ട ശേഷം, ഈ കഥ കേട്ട ശേഷം എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് എന്ന് തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഈ കഥ നടക്കുന്നത് ഒരു തിയേറ്ററുമായി ബന്ധപ്പെട്ടാണ്. ഒരു തിയേറ്റർ ഒരു അനൗൺസ്മെന്റ് കൊടുത്തു. അടുത്ത സിനിമ പ്രദർശിപ്പിക്കുന്നതിനൊക്കെ മുൻപായി ഒരു 10 മിനിറ്റുള്ള അവാർഡ് വിന്നിംഗ് ഷോർട്ട് ഫിലിം ആ സിനിമയ്ക്ക് മുൻപായി കാണിക്കുമെന്ന്. അപ്പം ഇത് കേട്ടതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വന്ന ആളുകൾ സിനിമ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ എത്താൻ ശ്രദ്ധാകുലരായി. ഇവരൊക്കെ തന്നെ 15 മിനിറ്റ് 20 മിനിറ്റ് മുൻപ് ഈ ഒരു ഷോർട്ട് ഫിലിം കാണാനായി തിയേറ്ററിലെത്തി. ഇവരെത്തി തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷം ഇവർ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുകയാണ്, ഫിലിം ഉടൻ തുടങ്ങാൻ പോവാണ്. ഏത് ഫിലിം? അവാർഡ് വിന്നിംഗ് ആയ 10 മിനിറ്റുള്ള ആ ഷോർട്ട് ഫിലിം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം തുടങ്ങാറാവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവർ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഇവരിങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഇവർ കാണുന്നത് ഒരു സീലിംഗ് ആണ്. ഇവർ ആ സീലിംഗിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി. കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനായി ആ സീലിംഗിലേക്ക് അവർ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് സമയമായിട്ടും ഈ സീലിംഗ് തന്നെയാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ദേഷ്യം വരാനൊക്കെ തുടങ്ങി. ഇതെന്താണ് 4 മിനിറ്റായിട്ട് സീലിംഗ് തന്നെ കാണിക്കുന്നത്? 4 മിനിറ്റ് 5 മിനിറ്റ് ആവുന്നു, 5 6 ആവുന്നു, 6 7 ആവുന്നു, 7 8 മിനിറ്റ് ആവുന്ന സമയത്തും ഈ സീലിംഗ് തന്നെ കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ പരസ്പരം പറയാൻ തുടങ്ങി, ഇതെടുത്തത് ആരാണ്, ഏത് ജൂറിയാണ് ഇവർക്ക് അവാർഡ് കൊടുത്തത്, എന്ത് സിനിമയാണ് ഇത്? ഇങ്ങനെ അവരാകെ ദേഷ്യത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് ദേഷ്യം പ്രകടമാണ്. ഈ സമയത്ത് സ്ക്രീനിൽ സീലിംഗിൽ നിന്നും ക്യാമറ പതുക്കെ താഴേക്ക് വരികയാണ്. അവിടെ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു രോഗിയാണ് കാണിക്കുന്നത്. നട്ടലിന് എന്തോ പരിക്ക് പറ്റി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗി. അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പോലും പറ്റണില്ല. ഇതിന് ശേഷം ഈ ക്യാമറ വീണ്ടും സീലിംഗിലേക്ക് വരികയാണ്. ഉടനെ സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ്, നിങ്ങൾ 8 9 മിനിറ്റ് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സാകെ വേദനിച്ചു, നിങ്ങൾക്കാകെ ദേഷ്യം വന്നു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നി. എന്നാൽ നിങ്ങളിപ്പോൾ കണ്ട ഈ രോഗിയെ സംബന്ധിച്ച് ഇനിയുള്ള കാലഘട്ടം മുഴുവനും ഇങ്ങനെ ബെഡിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും 24 മണിക്കൂറും അദ്ദേഹം കാണുന്ന കാഴ്ച ഈ സീലിംഗ് തന്നെയായിരിക്കും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നിങ്ങൾ ക്വാറന്റൈനിലുള്ള ആളുകളുണ്ട്, വീട്ടിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികളുണ്ട്, റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഓടി നടന്ന സ്ഥാനത്ത് കുറച്ച് സ്ഥലത്ത് മാത്രം ഇപ്പോൾ ഓടി നടക്കേണ്ട അവസ്ഥയിലുള്ള ആളുകളുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് വലിയ ഒരു അബദ്ധമാണ്. കാരണം യാതൊരു കാഴ്ചയും കാണാതെ ഇതേപോലുള്ള സീലിങ്ങുകൾ കണ്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും നമുക്ക് ഹോം ക്വാറന്റൈനിലാണെങ്കിലും നമുക്ക് മൂവ് ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അനങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരം മാത്രമാണ് ഫിസിക്കലി ക്വാറന്റൈൻഡ് ആയിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ക്വാറന്റൈനിൽ ആക്കരുത്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ ഉണർത്തിയെടുക്കുക, നിങ്ങളുടെ മനസ്സിന് കൂടുതൽ കരുത്ത് നൽകുക. ഈ കാലഘട്ടവും കടന്നു പോകുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിശക്തമായ മനോഹരമായ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിശക്തമായി കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ മനസ്സിൻ്റെ ആ ശക്തി ക്ഷയിക്കാൻ അനുവദിക്കാതെ ഈ കാലഘട്ടം ഭംഗിയായി ഉപയോഗിക്കുക. ഈ കാലഘട്ടത്തിന് ശേഷം എവിടെയൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നിൽ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ എഴുതി വെച്ച് അതിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്താൻ എല്ലാവരും തയ്യാറാവുക. ഈ ഒരു സന്ദേശം എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്ത ഒരു സന്ദേശമാണ്. നിങ്ങളെയും ഇൻസ്പയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.